ഓപ്പൺ ആയാലും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. എക്സൽ ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ നമ്മൾ മോർ ടെംപ്ലേറ്റ്സ് എന്നൊരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ലോട്ട് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് വേറെ ഓൺലൈൻ ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ ഇതിൽ അടിച്ചു കൊടുത്തിട്ട് ഏത് ടെംപ്ലേറ്റാണ് വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്തെടുക്കാം. ഇതിൽ ടൈം കാർഡ് അങ്ങനെ ഒരുപാട് ഓൾറെഡി വെച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറയുന്നത്. ജസ്റ്റ് ഇൻട്രോ പോലെ ആയിട്ടാണ് ഞാനിന്ന് തുടങ്ങുന്നത്. എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ട് ഡൗട്ട് വയ്ക്കാറുണ്ട് എങ്ങനെ അതിലേക്ക് പൈ ചാർട്ട് അതേപോലെ തന്നെ ഡയഗ്രാംസ് ഇൻസെർട്ട് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെടുത്ത ശേഷം മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇതൊക്കെ എന്താ പറയുക, നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. നമുക്ക് എല്ലാ ഓപ്ഷൻസും നമുക്കിതൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല, ജസ്റ്റ് പഠിക്കണം. എല്ലാതും ഉപയോഗിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇത് വളർന്നതോറും പിന്നെയും പറയുന്നതോറും പിന്നെയും കൂടി വരുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തെടുക്കുക തന്നെ വേണം. ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രോ പോലെ പറയാം. ഇതൊക്കെ സാധാരണ ഇതൊരു സ്പ്രെഡ്ഷീറ്റാണ് എക്സൽ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഫൗണ്ട് മാറ്റാൻ, സൈസ് മാറ്റാൻ, അതേപോലെ തന്നെ ബോൾഡ് ഇറ്റാലിക് ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സെൻറ്റേഴ്സ് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. കുറച്ച് ഇതെടുത്തിട്ട് മെർജ് സെൻറ്റർ സെല്ല് ഉണ്ടാവും, മെർജ് ആൻഡ് സെൻറ്റർ ഉണ്ടാവും, മെർജ് അക്രോസ്, മെർജ് സെല്ല്, അൺമെർജ്. ഇതിൽ മെർജ് ആൻഡ് സെൻറ്റർ എടുത്താൽ ഈ ഒരു പോർഷൻ ഒക്കെ കൺട്രോൾ സെഡ് അടിച്ചു, കൺട്രോൾ സെഡ് അടിച്ചു. അപ്പോൾ അത് ഓൾറെഡി ഇങ്ങനെയാണ്. അതേപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻസെർട്ട് ഓപ്ഷൻ, ഡിലീറ്റ് ഓപ്ഷൻ, ഫോർമാറ്റ്, ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ പോലെ നമുക്കൊരു എന്തെങ്കിലും ഇൻസെർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇത് ഹോം ആണെന്നറിയാം. ഇത് ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ, ഹെൽപ്പ്, ഇതൊന്ന് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇൻട്രോ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇത് ഫസ്റ്റത്തെ കോളം നമുക്കൊരു ഹെഡിങ് ആയിട്ട് എടുക്കാം. ഇത്രയും കുറച്ച് പോലെ ഇത്ര ഞാൻ ഹെഡിങ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. മെർജ് സെൻറ്റർ സെല്ല് കൊടുത്തു. ഇപ്പോൾ ഈ അതൊക്കെ മെർജായി. വേണമെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ ആ കളർ നമുക്ക് കൊടുക്കാം. എല്ലാം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ സ്റ്റുഡൻസിന് മാർക്ക് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് ഫൗണ്ട് വ്യത്യാസം വരുത്താം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫൗണ്ട് വ്യത്യാസപ്പെടുക്കാം. നമുക്ക് ടൈംസ് ന്യൂ റോമനോ ഏത് വേണിച്ചാലും എടുക്കാം. പക്ഷേ ഏരിയ ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ എടുക്കാം. സ്റ്റുഡൻസ് മാർക്സ്. അതിൽ എത്ര നമുക്ക് ഇതിന് ബോൾഡാക്കി ഇതിന് നമുക്കൊരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഒരു എത്ര കുട്ടികൾ നമുക്ക് കൂട്ടാം? 1 2 3 4 5 കുട്ടികളുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇത്രയും ഇതിൽ നമുക്ക് ബോൾഡ് ഇവിടെ ഫുള്ളൊരു ബോർഡർ പോലെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തിക്ക് ഔട്ട്സൈഡ് ബോട്ടം അങ്ങനെ ഒരുപാട് ബോർഡർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഇത് തിക്ക് ഔട്ട്സൈഡ് ബോർഡർ എന്ന് കൊടുത്തതിൻ്റെ കഴിഞ്ഞൊക്കെ. അപ്പോൾ ഔട്ട്സൈഡിൽ മാത്രം ഒരു ബോർഡറായില്ലേ, ഇനി വേറെ എന്ത് ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. ആൾ ബോർഡേഴ്സ് ആണെങ്കിൽ ഇതിലെല്ലായിടത്തും ആൾ ബോർഡേഴ്സ് വന്നപ്പോൾ നമുക്ക് ഇതായില്ലേ, ഓരോ കുട്ടീൻ്റെ പേര് എഴുതിയാലൊക്കെ കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഓരോ കുട്ടീൻ്റെ പേര് എഴുതാം. പിന്നെ ഒരു കുട്ടീൻ്റെ പേര് എഴുതാം. അങ്ങനെ നമ്മളിപ്പോൾ 5 കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 5 കുട്ടികളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യണം. മാർക്സ് ഏതൊക്കെ വിഷയമാണ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയമാണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് ഇൻസേർട്ട് കൊടുത്താലോ, ഇൻസേർട്ട് ഷീറ്റ് കോളം, അങ്ങനെ ഒരുപാട് ഷീറ്റ് റോ കൊടുത്തു. നമ്മുടെ ഇതേപോലെ ഇത് വന്ന് ഇത് അണ്ടു കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഇൻസേർട്ട് സെല്ലിൽ
കൊടുത്താലും തരെ ഇതേപോലത്തെ ഒരു സെല്ലും കൂടി വന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഇൻസെർട്ട് സെല്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് സാധാരണ നമ്മൾ കൊടുത്ത പോലെ തന്നെ നമുക്ക് ഇതിൽ കൊടുക്കാം. ഇത് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെയായിരുന്നു ഇൻസെർട്ട് ഷീറ്റ് റോയിൽ ഏകദേശം കൊടുക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു റോയെ ഇൻസെർട്ട് ചെയ്യാണ് വേണ്ടത്. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റി ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ലൈൻസ് ഇതാക്കണ്ടേ. ഒന്നെങ്കിൽ നമുക്കതിൻ്റെ ലൈന് വരക്കാം, ബോർഡർ വരക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാ നമ്മളെ കൊടുക്കുകയെന്ന് വെച്ചാൽ അതേപോലെ കൊടുക്കാം, ബോർഡേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ശരിയായില്ലേ. ഇനി നമുക്കതിൻ്റെ ഇത് നെയിം ഒന്ന് കൊടുക്കാതിട്ടില്ലേ, നമുക്ക് വേറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല ഭംഗി കൊടുക്കാം. ഇത് നെയിം കൊടുത്ത് ഇവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഹിന്ദി, ഇത്രയും നമ്മൾ മാർക്ക് കൊടുത്ത്. ഇനി നമുക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതിൽ മാർക്ക് അപ്ലോഡ് ചെയ്യാം. ഒരു 15 മാർക്ക് ഉണ്ട് നമുക്ക് കൊടുക്കേണ്ടത്. 45, 46, ഞാൻ തോന്നിയ പോലെ കൊടുക്കാം, 47, 48 ആൻഡ് ഇറ്റ്സ് ആൾസോ 49 എന്ന് കൊടുത്ത് അതേപോലെ തന്നെ ഞാൻ അടുത്ത കോളത്തിൽ മാർക്ക് ഇടുകയാണ്. Uh, 43, 42, 45, 46, 47, 46, 48, 49, 50. ഓക്കെ, ഇത് 45, 43, 48, 49 and 40 ഇങ്ങനെ കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെയൊക്കെ സമ്മ് കാണുന്നതാണ് അടുത്തത്. ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ അത് കാണാൻ നമുക്ക് ആദ്യം വേണ്ടത് ടോട്ടൽ കൊടുത്ത് ദെൻ നമുക്ക് ടോട്ടൽ കാണാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ഇതിൻ്റെ ടോട്ടൽ കാണാം. ഇതിൻ്റെ ടോട്ടൽ എങ്ങനെ കാണാനറിയാലോ. ഇത് ഇവിടെ നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. ഞാനിങ്ങനെ കേട്ടോ സിമ്പിളായിട്ട് കാണാം. ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് ഇങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കാണാമല്ലോ. പിന്നെന്താ സെൻട്രാൻ പറ്റും കിട്ടി. ഇത്ര പണിയുള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മെത്തേഡ്. ഇങ്ങനെയായിട്ട് ഞാൻ ചെയ്യാറ് കേട്ടോ. ടോട്ടല് സം ഓഫ് ഇതിൻ്റെ ഇത് കാണാം. ഓട്ടോ സം ആണെങ്കിൽ സമ്മിൻ്റെ ഇതെടുത്തിട്ട് ഇതേപോലെ തന്നെ ഓട്ടോ സം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. കുഴപ്പമില്ല, ഇങ്ങനെയല്ല നമുക്ക് ചെയ്യാം. ദെൻ ഇതൊക്കെ ഓക്കെയാണ്. ഇനി അടുത്തത് നമുക്കതിൻ്റെ ഒരു ബാർ ഡയഗ്രാം, കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഒരു ബാർ ഡയഗ്രാം നമുക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ പോയ ശേഷം ഇതിൽ മാറ്റം വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റം വരുത്തുക. ഫൗണ്ടർ സയൻസിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക. ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ കൊടുത്തിട്ട് എൻ്റർ അമർത്തിയാലും മതി. ഇനി എന്താ വെച്ചാൽ ഇതൊക്കെ ഓക്കെ ആയി. ഇനി അടുത്തത് എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ബാർ ഡയഗ്രാം വേണം. ബാർ ഡയഗ്രാം വേണമെങ്കിൽ ജസ്റ്റ് ഇൻസെർട്ടിൽ പോകുമ്പോൾ ഒരുപാട് ബാർ ഡയഗ്രാത്തിൻ്റെയും അപ്പോൾ തന്നെ സാധാ പൈ ഡയഗ്രാമത്തിലൊക്കെ പിക്ചേഴ്സ് കാണാം. നമുക്ക് ഏത് ഡയഗ്രാം വേണമെങ്കിലും ചൂസ് ചെയ്യാം.
ഫസ്റ്റ് ഞാനിത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് മൊത്തം എടുത്തിട്ട് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇത് കാണാൻ കഴിയുമ്പോൾ പല ഫോർമാറ്റ് പല സൈസിൽ ഏതാ വെച്ചാൽ നമുക്ക് എടുക്കാം. ജസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഓക്കെ കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈസ് ചെയ്യും. അതിൽ തന്നെ നമുക്ക് വളരെ മാറ്റങ്ങൾ വരുത്താം. അത് ഭയങ്കര ഇതിന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് കളർ കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ നമുക്ക് കളറിൻ്റെ ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, ചേഞ്ച് കളർ കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു ചാർട്ട് ഉണ്ടാക്കാൻ. ചാർട്ടിന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. സ്റ്റുഡൻസ് മാർക്സ് ഹെഡിങ് കൊടുത്തു. ഇതൊക്കെ ഡീറ്റെയിൽസ് ചേർക്കാം. ഇത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പഠിക്കേണ്ട അത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസെർട്ടിൽ വരുന്നത് എന്ന് വെച്ചാൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ വരും. അതേപോലെ തന്നെ ഹോമിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടലാണ് പൈരാഗ്രാം വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബിഗിനിങ്ങിന് ഒരു സെക്ഷൻ പോലെ ഞാനിത് പറഞ്ഞത്. ഇനി ഇതിന് കൂടുതൽ